ദിസ് ഈസ് റാങ് എന്ന് പറയുന്ന ബാലച്ചേട്ടൻ ഉണ്ടല്ലോ, ഈ ബാലച്ചേട്ടൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഈ ബാലച്ചേട്ടനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് എ റാങ് ആണോ ദിസ് ഈസ് എ റൈറ്റ് ആണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. കാലാകാലങ്ങളായിട്ട് ബാല ഇതേ സാധനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുന്നു, എനിക്ക് മനസമാധാനമില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നെ ദ്രോഹിക്കുന്നു, എൻ്റെ സ്വത്തുകൾ അടിച്ചു മാറ്റാൻ നോക്കുന്നു, 240 കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ കഥകളൊക്കെ തന്നെ മാറ്റിയും തിരിച്ചും പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ബാല ഇപ്പോൾ വന്നിട്ടൊരു വീഡിയോ ഇട്ടു. അതിനെ ചൊല്ലി ഓൺലൈൻ മീഡിയാസ്, നമ്മുടെ ഒരു മിനി ധ്യാൻ ശ്രീനിവാസനാണല്ലോ ബാല. ബാല ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയാസ് ഒന്ന് ഇൻ്റർവ്യൂ എടുക്കും. ഓൺലൈൻ മീഡിയാസിനോട് ബാല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നു, അയ്യോ എലിസബത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, എലിസബത്ത് അങ്ങനെ ചെയ്യുന്നു, എലിസബത്ത് ഇങ്ങനെ ചെയ്യുന്നു, എലിസബത്ത് ഹാപ്പി. എടാ പുത്തമാരെ, എലിസബത്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. 10 വർഷത്തെ കേസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് അല്ല. ബാല 2 വിവാഹം ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 3ാമത്തെ വിവാഹം. ആദ്യത്തെ വിവാഹം ഐഡിയ സ്റ്റാർ സിംഗർ പിന്നണി ഗായികയായിട്ടുള്ള അമൃത. 2ാമത്തത് എലിസബത്ത്, ഡോക്ടറായിട്ടുള്ള എലിസബത്ത്. 3ാമത്തത് കൊക്കില, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള കൊക്കില. അപ്പം പുള്ളിക്കാരിയുടെ ഭർത്താവിനെ നോക്കുന്ന നല്ലൊരു കുടുംബിനിയായിട്ടുള്ള കോകില. ഈ മുമ്പത്തെ 2 വിവാഹങ്ങളിലും പുള്ളി അങ്ങോട്ട് സെറ്റായിട്ടില്ല. അമൃതയായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല, കേസ് പുക്കാർന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. എലിസബത്തുമായിട്ടും സെറ്റില്ല, റെഡിയായില്ല, കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ കോകിലയുടെ കൂടെ കുമുദ ഹാപ്പി അണ്ണാച്ചി. അപ്പോൾ ഇപ്പോൾ ബാല പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഇത് എലിസബത്തിനെ നിങ്ങൾ മാറ്റിക്കും, എലിസബത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഡോക്ടർ ബാലാണ്. ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. ഞാൻ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. ജയന്റ് രവിയുടെ വീഡിയോ അതാണ് അല്ലേ, ഇതേ സ്റ്റൈലായിരുന്നത്. അതുകൊണ്ട് തോന്നിയതാ. ജയന്റ് രവി ഇപ്പോൾ വന്നിട്ട് ഇത്ര വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു, ബുദ്ധിമുട്ടുകയായിരുന്നു, എനിക്ക് പൈസ തരാനില്ല, എൻ്റെ പൈസ മൊത്തം അവൾ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു. ഇല്ല, അതേ സാധനം പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമെന്ന് എനിക്കറിയാം. ചോദിച്ചെന്നേ ഉള്ളൂ. ഇനി പെട്ടെന്ന് ജയന്റ് രവി വന്നപ്പോൾ ജയന്റ് രവിക്ക് കിട്ടുന്ന മാസ് സപ്പോർട്ട് കണ്ടിട്ട് അണ്ണൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ബൾബ് ഇങ്ങനെ പച്ചക്കാന്ന് കത്തിട്ടിറങ്ങി തിരിച്ചതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചോദിച്ചാൽ എൻ്റെ കാര്യം വേറെ വഴിയില്ല. അതുകൊണ്ട് പറയാം, 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ലോ, ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ പള്ളികളിലൊക്കെ കേട്ടിട്ടുള്ളത് ഇൻ ദ നെയിം ഓഫ് ഓൾ മൈറ്റി, അതേപോലെ ഇൻ ദ നെയിം ഓഫ് ലോ 10 കൊല്ലം കൊണ്ട് അണ്ണനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥകൾ നമ്മൾ വേറെ രീതിയിൽ കേട്ടിട്ടുള്ളത്. ഇത്രയും നാൾ സ്ത്രീകൾ വന്നിട്ട് 10 വർഷം അല്ലെങ്കിൽ 2 വർഷം 238 തവണ അവൻ എന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്നത് പോലെ 10 വർഷം നിയമത്തിൻ്റെ പേരിൽ നിയമപോരാട്ടക്കുരുക്കിൽ എന്നെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളെല്ലാം ബാല പറഞ്ഞത് ശരിയായിരിക്കും എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പോകെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ബാലയുടെ സൈഡിൽ എന്തോ ഒരു തകരാറുണ്ടെന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി. അങ്ങനെയാണ് ഈ ഓഡിയൻസ് എല്ലാം തിരിഞ്ഞത്. ഇപ്പം ബാല പറയുന്നത് 10 വർഷം കോമഡിയിൽ കാണത്തില്ലേ, 10 വർഷം നിന്നെ പറ്റി വയറ്റി ചുമന്ന് പോറ്റി, അതേപോലെ 10 വർഷം പുള്ളിക്കാരനെ ഉപദ്രവിച്ചു. 10 വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, നല്ലതാണോ എന്നറിയത്തില്ല, ഒരു ഭാഗം. ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. ആ പോയിന്റോട് ഞാൻ അനുകൂലിക്കുന്നു. ഒരു പുരുഷനെ ഒരു സ്ത്രീ എന്തോരം ഉപദ്രവിച്ചാലും അണ്ണാക്കി സിബ് ഇട്ടിട്ടിരുന്നോണം. അതേസമയം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒന്നും നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പുരുഷന്മാരെല്ലാം ഉത്തമന്മാരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം ശരിക്കും പുരുഷന്മാർക്കാണ് ഇവിടെ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്നും പറഞ്ഞ് മെൻസ് കമ്മീഷൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കാൻ പോലും വയ്യ. ആണല്ലേ, പറയാൻ പാടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൽ വയ്ക്കുന്നു, ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നത് നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ஆனால் മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തിൽ. മീഡിയയെ ചതിക്കുന്ന ഈ മീഡിയ ആരാന്ന വിചാരം? മീഡിയ ദൈവം തമ്പുരാനൊന്നുമല്ല, ഇവിടെ കോടതിയെ മനുഷ്യന്മാർ പറ്റിക്കുന്നത്. അപ്പോഴാണ് മീഡിയവേ. ഈ മീഡിയ ആരാന്നാണ് വിചാരം?
ഒന്നുമില്ല, ഒരു മൊബൈലും ഒരു മൈക്കും അത് തൊലിക്കട്ടിയില്ലാതെ ഷൂട്ട് ചെയ്തിടാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഓൾസോ സ്റ്റാർട്ട് എ മീഡിയ. സിമ്പിൾ. ലൈസൻസും രജിസ്ട്രേഷനൊക്കെ എടുക്കാൻ കുറച്ച് പാടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ മീഡിയാവേ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അണ്ണൻ അറിയാത്ത മീഡിയയോ തിരിച്ച് ധരിപ്പിക്കണ. ഒന്ന് വേണ്ട പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതെല്ലാം പുറത്ത് വന്ന 10 കൊല്ലം 10 ഇയേഴ്സ് ഇപ്പം എനിക്ക് വിവാഹം കഴിച്ചു. என்னுடைய വൈഫ് പിറന്ന നാളാണ്. കേസ് 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 10 വർഷം വിവാഹം കഴിച്ചു. എന്നോട് വൈഫ് പുറന്ത നാള്. 10 വർഷം ഗോകുലല്ലല്ലോ കെട്ടിയത്. ഇയർ ബാക്ക് സ്റ്റോറീസ് വേറെ അല്ലേ. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ 10 വർഷം മുമ്പ് മുതലേ എന്നെ ദ്രോഹിക്കുന്ന മറ്റൊരാൾ എന്ന് പറയണം. ഗ്രാമർ മിസ്റ്റേക്കാണ്. പിന്നെ തമിഴ് മലയാളം അറിയാത്ത ഒരാളായതുകൊണ്ട് നമ്മൾ വെറുതെ വിടും. നമ്മുടെ ബാലയെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് ക്ഷമിക്കാം. എന്ത് ചെയ്യും ഞാൻ എവിടെ ഉള്ളത്? ഇന്ന് രാവിലെ വൈക്കം അമ്പലമില്ല ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കുടുംബമായിട്ട്, എൻ വൈഫ്, എൻ മാമിയാർ, അവളുടെ അനിയത്തി, എന്നോട് ചിറ്റപ്പ എല്ലാവരും വന്നിട്ടുണ്ട്. കോക്കിലയുടെ പിറന്നനാൾ 2 ദിവസത്തിലാണ്. 27 വിശേഷങ്ങളുണ്ട്. ഇവിടെ നിയമമുണ്ടോ? കേരളത്തിൽ ഈ ലോകത്ത് നിയമമുണ്ടോ? അത് ശരി, ഇവിടെ നിയമമുണ്ടോ? പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം അല്ല. അത് സൈക്കിൾ അഗർബത്തിയാണല്ലോ. ദൈവമുണ്ടോ? അതല്ല. ഇവിടെ നിയമമുണ്ടോ കേരളത്തിൽ, ലോകത്തിൽ? അണ്ണ എന്തെങ്കിലും സാധനം കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ഇത് എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ നിയമമുണ്ട്, പക്ഷേ നിയമം കൂടുതലും സ്ത്രീകൾക്ക് അനുകൂലമാണെന്നുള്ളൂ. പക്ഷെ സംഭവം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇറ്റ്സ് എക്സിസ്റ്റിംഗ്, യുനോ. എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മീഡിയാവേ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ എൻ്റെ പൊന്നണ്ണ മീഡിയ വെച്ച് ചതിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളൊന്നും ഇവിടെ പറയല്ലോ. തോക്കെടുത്തിട്ട് ഒരു പെടലിക്കോട്ട് വെച്ചിട്ട് എൻ്റെ കയ്യിൽ തോക്കേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ടീമാണ് നിങ്ങൾ. നിങ്ങൾക്കെതിരെ സംസാരിച്ചവന്മാരുടെ ചാനലൊക്കെ പറ സ്ട്രൈക്ക് അടിച്ചു കൊടുത്ത ആളാണ് നിങ്ങൾ. അപ്പോൾ ഒരാളെ ചന്ന പിന്നെ കൂട്ടിയിട്ട് ഉപദ്രവിച്ചിട്ട് അയ്യോ ഞാൻ വന്ന് കേരളാவோட செல்ல தம்பி, நான் வந்து തമിഴ്നാട്ടിലിരുന്ന് ഇങ്ങ് വന്നിരിക്കേ, എനിക്ക് വന്ന് സ്നേഹം മട്ടുന്താ, ഞാൻ എല്ലാവരെയും സഹായിക്ക പോറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണൻ കടന്ന് മെഴുകിയിട്ട്. അപ്പോൾ അണ്ണനും മീഡിയവേ പറ്റിച്ചില്ലേ? അണ്ണനും പറ്റിച്ചു. അപ്പോൾ അണ്ണൻ പറ്റിക്കുന്നവരെ മറ്റൊരാൾക്കും പറ്റിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറ്റിക്ക്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറ്റാം. ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും. ഈ 10 വർഷമായിട്ട് പുള്ളി എല്ലാ സത്യങ്ങളും പറഞ്ഞു തീർന്നില്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 10 വർഷം കൊണ്ട് പുള്ളി സത്യം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. വിഷം തുപ്പ് നേടുന്നുണ്ട്, സത്യം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 10 വർഷം കൊണ്ട് പറയണം. അതാണ് ഇന്നത്തെ പോയിന്റ്. ഇനിയും പറയും. വലിയ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഏഷ്യാനെറ്റ്, മനോരമ, 24 ന്യൂസ്, റിപ്പോർട്ടർ, കൈരളി വേണം, കൈരളി എല്ലാവരും വിളിച്ചിട്ട് സത്യം പറയും. സത്യം പറയണം. സത്യം എന്നായാലും പുറത്തു വരണം. സത്യത്തിന് നമുക്ക് ഒരുപാട് നാൾ മറച്ചു വെക്കാൻ പറ്റത്തില്ല. അത് പുകമറ നീക്കി പുറത്തു വരും. ഇത് വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാവരെയും വിളിക്കും ഞാൻ. സത്യങ്ങൾ തുറന്നു പറയും. അപ്പം നിങ്ങൾ നെറ്റിപ്പോവും. പറ്റാതെ കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. താങ്ക് യു. വെൽക്കം. അപ്പോൾ അണ്ണൻ പെട്ടെന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ്, മനോരമ അവരെയൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിട്ട് അണ്ണൻ ഒരു കാര്യം പറഞ്ഞു. ഇതിനകത്ത് അണ്ണൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആദ്യ ഭാര്യ, അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, ആദ്യ ഭാര്യ എന്ന് പ്രൂവ് ചെയ്യുന്ന സാധനം ഞാൻ കേൾപ്പിക്കാം. പുള്ളിക്കാരി ഈ അണ്ണൻ്റെ സ്വത്തടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചെറ്റ പരിപാടിയാണിത് എന്നാണ് ബാലയണ്ണൻ അവകാശപ്പെടുന്നത്. പുള്ളിക്കാരി പറയുന്നത് എനിക്ക് സ്വത്തൊന്നും വേണ്ട, പൊന്നളിയോ പോയി എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നാണ് പുള്ളിക്കാരിയുടെ വാദം. പുള്ളിക്കാരി സ്വത്ത് അവകാശപ്പെട്ടിട്ടുണ്ട്. ഏതാ സ്വത്തെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അത് വേണം. കൊച്ച് 2 പേരും കൂടെ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും അങ്ങനെ എന്താ ബയോളജിക്കൽ സാധനങ്ങളൊക്കെ. അപ്പോൾ കൊച്ച് 2 പേരും കൂടെ. സോ കൊച്ചിനെ കൊടുക്കണം. പാപ്പു കൊച്ചിന് തന്തേനെ കാണുന്നതേ ഇഷ്ടമല്ല, സ്വാഭാവികം. അപ്പോൾ അതാണ് ചോദിക്കുന്ന സ്വത്തെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ പേരിൽ ജോയിൻ്റ് ആയിട്ട് എന്തോ FDO എന്താണ്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് ഫുള്ള് സാമ്പത്തിക തിരിമറിയാണ്. ഇത് ED അന്വേഷിച്ച് കഴിഞ്ഞാൽ EDയുടെ തലേ കൂടെ കിളി പറന്നു പോകും, തലച്ചോറൊക്കെ തെറിച്ചു പോകും. അമ്മാതിരി സാധനങ്ങളാണ് ബാലണ്ണൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. എൻ്റെ അതൊക്കെ തന്നെ കേട്ടോ, എൻ്റെ മൊത്തം ഫിനാൻഷ്യലി പാളിയിരിക്കുക. ഇനി ഈ
ഓൺലൈൻ മീഡിയസിനെ വിളിച്ചു വരുത്തി അണ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു ഫൺ സാധനം ഞാൻ കാണിച്ചില്ല. ഇത് നിങ്ങളൊരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി, ഇത് ഒന്നുമില്ല. ആദ്യ വരെയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. കേൾക്കാം. എൻ്റെ അമ്മയ്ക്കും ഞാൻ പാപ്പറാണ്, ഒന്നുമില്ല. ഞാൻ പാപ്പറാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നെ ഒന്നും பண்ண முடியாது, വേണം അറസ്റ്റ് பண்ணிட்டு പോங்க പരവായില്ല. എൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കകത്തും ഒന്നുമില്ല, ഞാൻ പാപ്പരാണ്, ഞാൻ എൻ്റെ ഒന്നും സ്വത്ത് വസ്തുക്കളൊന്നുമില്ല, എല്ലാം ഭാര്യയുടെ പേരിലും അമ്മയുടെ പേരിലും എഴുതി വെച്ചു. ഫ്രഷ് ഐഡിയ, ഇമാതിരി ഐഡിയ ഞാൻ കേട്ടിട്ടേ ഇല്ല, അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ഫ്രഷ് ഐഡിയ. അണ്ണൻ പാപ്പരാ. എന്തായിരുന്നു പണി? ഞാൻ സിനിമയിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അണ്ടയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 240 കോടി ഉണ്ടായിരുന്നു. ആ 240 കോടി എന്ത് ചെയ്യേ? അത് ലവള സ്വത്ത് ചോദിക്കാതിരിക്കാൻ ഞാൻ ഇവിടെ അവരുടെ പേരിൽ എഴുതി വെച്ചു. ഇതിനെ പാപ്പരായി നല്ല പറയുന്നത്, കൊന്തളിപ്പ് കാണിച്ച് നിങ്ങൾ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. 240 കോടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 240 കോടി നിങ്ങൾ 2 വർഷം കൊണ്ട് തീർത്തോ? നിങ്ങളുടെ കരളെടുത്ത് പറിച്ച് വെക്കാൻ 240 കോടിയുടെ കരളാണോ നിങ്ങളുടെ അടുത്തിരിക്കുന്നത്? നിയമത്തെ പറ്റിക്കല്ലേ കേട്ടോ. അപ്പം മീഡിയയെ പറ്റിച്ച നിങ്ങൾ നിയമത്തെയെ പറ്റിക്കാൻ പാടില്ല, മോശം അത്. ബാക്കി പറ. தேங்க்யூ ஸோ மச். ஓகே, என்ன பண்ண முடியும், என்ன பண்ண முடியும், ഒന്നും பண்ண முடியும். എൻ്റെ അമ്മ ഒന്നും പണ്ണാൻ പറ്റത്തില്ല. നാളെ പൈസ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ കോകിലയും അമ്മയും കൂടെ പണ്ണാതിരുന്നാൽ മതി. അണ്ണൻ്റെ പണി ഇല്ല. അന്ന് അറിഞ്ഞില്ല ജീവിതം എന്താണ്. പിന്നെ അവൾക്കും പ്രായം കുറഞ്ഞു പോയി, ഇല്ലെങ്കിൽ കട്ടിയാണ് മുന്നേ. ഇത്രയും പ്രായം കുറഞ്ഞു പോയോ? പ്രായം കൂടിപ്പോയെന്നല്ലേ പറയുന്നത്? ഈ ഇപ്പം കെട്ടിയിട്ടുള്ള കോകില ഉണ്ടല്ലോ, അത് എവരോടെ മാമനോടെ പൊണ്ണോ അപ്പടി എന്തോ സ്വന്തക്കാര്യങ്ങളാണ് ഇവർ. അപ്പോൾ ഈ സ്വന്തക്കാരൻ സ്വന്തം കുടുംബത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ഇതേ കുടുംബത്തിലുള്ള മറ്റൊരാളെ സഹിക്കാൻ പറ്റൂ. അങ്ങനെ ഇവർ കല്യാണം കഴിച്ചാണ്, ഇവർ തമ്മിൽ കെട്ടിയതാണ്. അപ്പോൾ കോകില ചിന്ന കുളന്ത, അണ്ണൻ വന്ന് പെരിയ പുള്ളി ചിന്ന കുളന്തേനെ കെട്ടിയിട്ട് ഇപ്പോൾ പോന്നു. അന്ന് ചിന്ന കുളന്തയാന്ന് അറിഞ്ഞാലും കെട്ടാൻ പറ്റത്തില്ല, മറ്റേ സാമാനത്തിൽ പിടിച്ച് അകത്തിടും. കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ല, എല്ലാവരും നല്ല ഇരിക്കണം. എനിക്ക് യാരുമേ ശത്രുവില്ല, എല്ലാവരും നന്നായിരിക്കണം. നന്മയുള്ള ലോകമേ, ഇത്രയ്ക്ക് നല്ലവനായിരുന്നു ഞങ്ങളുടെ ബാല. എല്ലാവരും നന്നായിട്ടിരിക്കണം, ഈ ലോകത്തിലുള്ള എല്ലാവരും നന്നായിട്ടിരിക്കണം. 10 വർഷം കൊണ്ട് എന്നെ ഉപദ്രവിച്ചൊരു നന്നായിരിക്കട്ടെ, പോട്ട് പുല്ല്. എൻ്റെ സ്വത്തൊന്നുമില്ല, എന്നെ പിടിച്ച് ജയിലിലിട്ടോ, കോടതി നന്നായിട്ടിരിക്കട്ടെ, ജയില് നന്നായിട്ടിരിക്കട്ടെ. ഇത്ര ഗാന്ധിജി കഴിഞ്ഞാൽ ഇത്രയും നന്മയുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലേ. ഇത്രയും അഹിംസാവാദിയും മറ്റൊരാളെ ഉപദ്രവിക്കരുതെന്ന് ചിന്തിക്കുന്ന പറയുന്നു ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. അണ്ണൻ്റെ തോക്കെന്തിയേ? അത് ഉപദ്രവിക്കാനുള്ളതല്ലോ, കാണിക്കാനുള്ളതല്ലേ. അന്ന് അറിയില്ലായിരുന്നു എന്റെ എല്ലാ സ്വത്തിനും അവകാശം പോകില്ലെന്നുള്ളത്. ഞാൻ കൊടുത്തിട്ടേ അവിടെ പിടിച്ചു പോச்சு. അത്രേ ഉള്ളൂ, മുടിഞ്ഞു പോയി. എല്ലാം മുടിഞ്ഞിടിച്ചല്ല, അപ്പം തീർന്നു പോയി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാമേ മുടിഞ്ഞു പോച്ച്. ഇനി കോകിലേക്ക് എന്തു ആകാം? ആളെടുത്ത് എപ്പടി കേസ് പോട முடியும்? ഒന്നില്ലാതെ ആളിനെ. അപ്പൊ ബാലചേട്ടന് ഒരു 10 രൂപ വേണമെന്നുണ്ടെങ്കിൽ കോകിൽ തരണം. ഇപ്പൊ ഈ വീട്ടിൽ തന്നെ പുറത്ത് പോകണമെന്നാ പുറത്ത് പോയി പറ്റും. ജയന്റെ വീട് ഓർമ്മയുണ്ടല്ലോ അല്ലേ, കടക്കട പുറത്തെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകേണ്ടി വരും. എല്ലാം കോകിലയുടെ പേരിൽ എഴുതിച്ചു. ദാറ്റ് മീൻസ് ഈ പുള്ളി ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ വിശ്വസിച്ചു. അല്ല, വേറെ വഴിയില്ല. ഇനി വേറെ ആരും കേരളത്തിൽ പുള്ളീനെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവർ വിശ്വസിച്ചത്. അപ്പോൾ പുള്ളിയുടെ വസ്തുക്കളെല്ലാം കോകിലയുടെ പേരിൽ എഴുതി കൊടുത്തു. ഞാൻ ഇപ്പം പാപ്പനല്ലേ, അവരുടെ പേരിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അണ്ണനെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ കോകില അവരുടെ സ്വത്തിൽ നിരത്ത് ഉപയോഗിക്കുമോ പുറത്തിറക്കാൻ? ഒരു ഫൈൻ ബില്ലടിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അതിന് സ്വത്തൊന്നുമില്ല, അണ്ണൻ പാപ്പരാ. നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ. ഇത്ര സിനിമയിൽ അഭിനയിച്ച് 240 കോടി ഉണ്ടായിരുന്ന അണ്ണൻ ഇപ്പം പാപ്പരാണ്. നമ്മളെപ്പോലെ 150 രൂപ എടുത്ത് പടം കാണുന്ന നമ്മൾ അന്നും പാപ്പർ ഇന്നും പാപ്പർ. നമ്മൾക്ക് 240 കോടി എന്ന് പറയാൻ പോലും ഇല്ല, നമ്മൾ പണ്ടേ പാപ്പർ. 2 കൊല്ലം ആളെടുത്ത് എപ്പടി മിണ്ടിയോ? 2 കൊല്ലമായിട്ട് ഞാൻ മിണ്ടിയില്ലല്ലോ. മിണ്ടിയോ? ഇപ്പം ഈ വരെ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട് ഇതിൽ. ഞാൻ ഇപ്പോഴാണോ അപ്പം തെറ്റ് സംഭവിക്കണേ? അത് 10 വർഷം പിന്നെ മിണ്ടാതെ 10 വർഷത്തിൻ്റെ കണക്ക് കുറഞ്ഞ് 2 വർഷത്തിൻ്റെ കണക്ക് കുറഞ്ഞ് ഇതുവരെ മിണ്ടിയില്ല. ഇപ്പം ഞാൻ മിണ്ടി എന്തോ തെറ്റ് സംഭവിക്കുന്നു. അപ്പം ഇത്രയും നാൾ സംഭവിച്ച എല്ലാം ശരികൾ മാത്രമായിരുന്നു ഇല്ലേ? ഓഹോ. മാത്രമല്ല, വിക്ടിം എന്നെ പോലെ കുറേ വിക്ടിംസ് ഉണ്ട്. ഓരോരുത്തർ വിളിച്ച് പറയാം, ബാലചേട്ടാ ഇത്ര പേർക്ക് ഇത്ര കോടി കൊടുത്തു, ഞങ്ങൾ കാശ് വേണ്ട, നിങ്ങൾ ന്യായത്തെ തുറന്നു പറയുമോ? ന്യായത്തെ തുറന്നു പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇത്ര കോടികളൊക്കെ ചുമ്മാ വാരിപ്പറയ്ക്കും കൊടുക്കുക. നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1000 രൂപ തികച്ചെടുക്കാനില്ല. എല്ലാവരും വിശ്വസിക്കുന്നതാണ് 2 ലക്ഷം രൂപ ചതിക്കുമെന്ന്.
2 ലക്ഷം രൂപ ചതിക്കുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക്? ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് ഇപ്പം തുറന്ന് സോറി, 2 ലക്ഷം രൂപ ചതിക്കേണ്ട ആവശ്യം അണ്ണനുണ്ട്. അണ്ണ ഇപ്പം പാപ്പരാ, അണ്ണൻ 2 ലക്ഷം രൂപ ചതിക്കാം. അണ്ണൻ പാപ്പരല്ല, അണ്ണൻ്റെ 5 നയ പൈസ ഇല്ല. അണ്ണനൊന്ന് പുറത്തോട്ട് മൂത്രം ഒഴിക്കാൻ പോണെങ്കിൽ പോലും കോകില പൈസ തരണം. അപ്പോൾ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത് അണ്ണൻ വലുതല്ലേ? അണ്ണൻ ഇപ്പോൾ പറയുന്നത് എന്തുവാ? 2 ലക്ഷം രൂപ എനിക്ക് വെറുതെ വളരെ ചെറിയ എമൗണ്ടാണ്, അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണോ? എൻ്റെ 5 നയ പൈസ ഇല്ല, ഞാൻ പിച്ചക്കാരാണ്, പാപ്പരാണ്, 2 ലക്ഷം രൂപ. ഇതിലേത് സെൻസാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ശരിക്കും നമ്മുടെ നിയമത്തെ പറ്റിക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഇത്രയും സമ്പാദിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കേസ് വന്ന് ഭാര്യയായിട്ട് നിന്ന ഒരാൾ കൊച്ചുണ്ട്, ആ പൈസയിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അതെല്ലാം മറ്റൊരാളുടെ പേരിലോട്ട് മാറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ, അങ്ങനത്തെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയ നിയമത്തെ ആദ്യം പറയണം. ആ ലൂപ്പ് ഹോളിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ. എന്നിട്ട് നിങ്ങൾ വന്ന് ഈ പുണ്യ ഹരിചന്ദ്രൻ ചമയം കൊള്ളാമോ? പറ്റില്ല, പേര് പറയാൻ പറ്റില്ല, കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഉപദ്രവിച്ചു കൊണ്ടേ ഇരുന്നാൽ എന്താ, മാക്സിമം എന്നെ അറസ്റ്റ് பண்ண പോறீங்க பண்ணுங்க. പണ്ണടാ, ആരെന്ന് വെച്ചാൽ ഞങ്ങളുടെ അണ്ണനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ടൂ ടു ടൂ ടു ടു ടൂ ടു ടൂ എന്നൊക്കെ പറഞ്ഞ് അണ്ണ ഒരു മാസം പരിപാടി കാണിക്കും. ആ തുടങ്ങി. ഞാൻ ആദ്യം തൊട്ട് പറയാറില്ലേ ഇത് പൈസക്ക് വേണ്ടിയുള്ള കളിയെന്ന്. ഞാൻ എത്ര കൊല്ലമായിട്ട് പറയുന്നു, നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് മാരേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നാണ് ഞങ്ങൾ. ഇനി പൊട്ടനാ? ഫസ്റ്റ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണോ അണ്ണ? നീ പൊട്ടനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്ന പുള്ളിക്കാരൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഇത് ഫസ്റ്റ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ. കുറേ ആൾക്കാർ ബോധമില്ലാത്തതിന് എലിസബത്തിൻ്റെ കാര്യമായിട്ടിട്ടും ഇത് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് മാരേജിലുള്ള വിഷയങ്ങളെക്കുറിച്ച് തന്നെയാണ് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അണ്ണൻ പറയുന്നത് അണ്ണനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, അണ്ണൻ്റെ സ്വത്തെല്ലാം അടിച്ചു മാറ്റാൻ നോക്കുന്നു, എൻ്റെ കയ്യിൽ സ്വത്ത് ഇതുമേ കിടയാത്, എല്ലാം അവരുടെ പേരിൽ എഴുതി വെച്ചു. അപ്പോൾ അവരുടെ പേരിലോട്ട് വന്ന സ്വത്തിൻ്റെ സോഴ്സ് എന്താണ്, സോഴ്സ് ഓഫ് ഇൻകം എന്താണ് അവരുടെ സ്വത്തിലോട്ട് വന്നതിൻ്റെ? താങ്കൾ കൊടുത്തു. താങ്കൾ എന്തിനാ അവർക്ക് കൊടുത്തത്? കടമായിട്ട് കൊടുത്തോ, ഇഷ്ടദാനം കൊടുത്തോ, വെറുതെ എഴുതി കൊടുത്തോ, അവർ നിങ്ങളുടെ കുത്തിന് പിടിച്ച് മേടിച്ചോ? അൾട്ടിമേറ്റ്ലി ആ ഫണ്ടിൻ്റെ സോഴ്സ് എവിടുന്നാ? നിങ്ങളുടെ പണം. എന്നിട്ട് തുറന്ന് പറയുക ഞാൻ പാപ്പരാ, ഒന്നുമില്ല, എല്ലാം ഇവരുടെ പേര് ഞാൻ എഴുതി കൊടുത്തെന്ന്. ദിസ് ഈസ് റാങ് അണ്ണാ, ദിസ് ഈസ് റാങ്. നിങ്ങൾ മണ്ടത്തരം കാണിച്ചോ? ഇത്രയും വലിയ പൊട്ടത്തരം ചാനലിലെ മീഡിയാസിനെ എല്ലാം വിളിച്ചു വരുത്തി. നിങ്ങൾക്കറിയോ ഞാൻ ഭയങ്കര സംഭവമോ, ലബനെ ഞാൻ കുത്തിക്കൊന്നു, തെളിവൊന്നുമില്ല എന്ന് പറയുന്നൊരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. കൊള്ളാം. ഏതായാലും ബാലണ്ണൻ്റെ പരിപാടികൾ നടക്കട്ടെ എത്രയും പെട്ടെന്ന്. ഇനിയിപ്പോൾ അണ്ണൻ്റെ കണ്ടകാശനി മാറി ഇനി ഉച്ച കടിക്കും, സിനിമയിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് വെൽക്കം. മറ്റൊരു ഡേറ്റ് ആണ് വരെ. ബൈ.